ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ തന്നെയാണ്. പക്ഷേ ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് തിക്ക് കുറവാണ് ഈ മുടി. അപ്പോൾ എനിക്ക് മെസ്സേജ് വരും, തിക്ക് കുറഞ്ഞ മുടിയിൽ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ചെയ്യുന്നത്, ഭംഗിയുണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ തിക്ക് കുറഞ്ഞ മുടിയിൽ ഒരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തത് ഇട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ആദ്യം തന്നെ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് വളരെ മുടി പോകാത്ത രീതിയിലാണ് ഞാൻ മുടി കട്ട് ചെയ്തിരിക്കുന്നു. ആ വാല് പോലെ കിടന്ന ഭാഗം മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മുടി പോകാത്ത രീതി കട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അധികം മുടി വാല് പോലെ തോന്നിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തിക്നെസ് തോന്നിക്കും. എൻ്റെ ഭാഗം കുറച്ച് തിക്നെസ് ആയിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ഞാൻ തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ, അപ്പോൾ അത് നല്ല ഡാമേജൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ഹെയറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രീം ആപ്ലിക്കേഷനാണ് നടത്തുന്നത്. അപ്പോൾ ക്രീം നമ്മളിട്ടു, ഒന്ന് എമൾസിഫൈ ചെയ്തു വിടണം. അപ്പോൾ ആ എൻഡിൽ നിന്നും 2 ഇഞ്ച് ഞാൻ വിട്ടിരിക്കുന്നത്, കാരണം ലെങ്ത് കുറവല്ലേ, അതുകൊണ്ട് എൻഡിൽ നിന്നും 2 ഇഞ്ച് വിട്ടാണ് ഞാൻ ക്രീം ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ റൂട്ടിൽ നിന്നും 1 ഇഞ്ച് വിട്ടുമാണ് ഞാൻ ക്രീം ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുടി പൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. റൂട്ടിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹെയർ ഫോളിനൊരു കാരണമാണത്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് ടൈപ്പ് ഹെയറിന് ഏത് ടൈപ്പ് ക്രീം തേക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റായ കാര്യം അയണിങ് ആണ്. അപ്പം ഈ എൻഡ് വശം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എൻഡ് വശം നമ്മൾ ആ 2 ഇഞ്ച് വിട്ട് ചെയ്യുമ്പോൾ തന്നെയും അത് ചുരുണ്ട് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മുടിയുടെയും സ്ട്രക്ചർ അനുസരിച്ചുള്ള ഒരു കേളാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു വേവി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം അടിവശം ചുരുണ്ട് കിടക്കത്തില്ല. നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ പോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കണം. ധാരാളം പേര് അരമണിക്കൂർ, 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ വെക്കാറുണ്ട്. പക്ഷേ അത്രയും വെക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് ഹെയർ ചെക്ക് ചെയ്യുന്ന കാര്യമാണ്. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ നമുക്കത് ഒരു മുടി എടുത്തിട്ടൊന്ന് വലിച്ച് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിട്ട് നോക്കാം. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. ഞാനിത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് അറിയാം. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടോ, അത് ഫ്രണ്ട് നേരത്തെ എൻ്റെ കസ്റ്റമർ സ്മൂത്തൻ ചെയ്ത ഹെയറാണ്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ക്രീം ആപ്ലിക്കേഷൻ എൻ്റേത് ഞാൻ വേറെ ക്രീമാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സ്മൂത്തൻ ചെയ്ത ഹെയറിലൊക്കെ ഇടുന്ന ക്രീം ഏറ്റവും ലൈറ്റായിട്ടുള്ള ക്രീം ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ അത് ഡാമേജ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ വെർജിൻ ഹെയറിന് ഇടുന്ന ക്രീമുകൾ ഒരിക്കൽ പോലും സ്മൂത്തൻ ചെയ്ത ഹെയറിൽ ഇടരുത്. പിന്നെ സ്മൂത്തൻ ചെയ്ത ഹെയറിന് എനിക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം അത് ഓൾറെഡി അത് സ്മൂത്തൻ ചെയ്ത് പോയതാണ്. അതുകൊണ്ട് ഞാൻ ആ ഫ്രണ്ട് പോർഷൻ സ്മൂത്തൻ തന്നെയാണ് അവർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അയണിങ് ആണ്. ആ അയണിങ് നമ്മൾ കറക്റ്റായിരിക്കണം, നല്ല കറക്റ്റായിട്ടുള്ള അയൺ കൊടുക്കണം. പക്ഷേ ധാരാളം അയണിങ് ഇങ്ങനെ ഒരേ സ്ട്രാൻഡ് തന്നെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ മുടി വല്ലാതെ അങ്ങ് ഒട്ടിപ്പോകും. അല്ലാതെ തന്നെ നമുക്ക് 2-3 പ്രാവശ്യം അയൺ ചെയ്താൽ മതിയാവും. അത് എൻ്റെ ഭാഗത്തുനിന്ന് 2-3 ഇഞ്ച് വിട്ടിട്ട് വേണം അയൺ ചെയ്യാൻ. ബാക്കിയുള്ള ഭാഗത്ത് അയൺ ചെയ്താൽ മതിയാവും. റൂട്ട് ചേർത്ത് തന്നെ വേണം അയൺ ചെയ്യാനായിട്ട്. ക്രൗൺ പോർഷൻ വരുമ്പോഴത്തേക്ക് മുടി മുകളിലേക്ക് 90 ഡിഗ്രിയിൽ പിടിച്ച് ആ റൂട്ട് അയൺ ചെയ്യണം. ബാക്കിയുള്ള ഭാഗങ്ങൾ താഴോട്ട് നിർത്തി അയൺ ചെയ്താൽ മതിയാവും. അപ്പോൾ അയണിങ്ങിലും ഒക്കെ നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളുടെ ഹെയർ അത്രയേറെ ഭംഗിയായിട്ടും ലോങ് ലാസ്റ്റ് ആയിട്ടും ഇരിക്കുന്നത്. അയൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ക്രീം വാഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാസ്ക് ഞാൻ ഇടുന്നുണ്ട്. ഈ മാസ്ക് ഇടുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒത്തിരി നേരം നമുക്കാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാതിരിക്കുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ന്യൂട്രലൈസറാണ്. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മുടെ മുടി തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം ന്യൂട്രലൈസർ ആപ്ലിക്കേഷൻ നടത്തുക. അതും എൻഡിൽ നിന്നും ഒരു 2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ നടത്താൻ.
അത് കഴിഞ്ഞിട്ട് ഈ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ക്രീം വാഷ് ചെയ്ത് കളയുക, അല്ല ന്യൂട്രലൈസർ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം വീണ്ടും നമ്മളൊരു മാസ്ക് ഇടുന്നുണ്ട്. ആ മാസ്ക് ഇടുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ 2 പ്രാവശ്യമൊക്കെ മാസ്ക് ഇടുമ്പോഴാണ് ഇവരുടെ മുടി നല്ല ഭംഗിയായിട്ട് ഷൈനിങ് ആയിട്ടും ഇരിക്കുന്നത്. ഇനി എൻ്റെ ഈ കസ്റ്റമറുടെ പേര് അഖില എന്നാണ്. അഖിലയുടെ വാക്കുകളിലൂടെ തന്നെ അവരുടെ സന്തോഷം നമുക്ക് മനസ്സിലാവും. അത്രയേറെ സന്തോഷമായിരുന്നു അഖിലയ്ക്ക്. കുറേ നേരം പിന്നെയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമുക്കെല്ലാം വീഡിയോയിൽ എടുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നതെല്ലാം വീഡിയോയിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അഖിലയുടെ കുറച്ച് വാക്കുകൾ മാത്രമേ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ പെർമനൻറ്റ് ബ്ലോഡറിയുടെ കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പരിചയമുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ മെസ്സേജുകൾ അല്ലെ കമൻസുകളൊക്കെയാണ് എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ തോന്നിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ഹായ്, എൻ്റെ പേര് അഖില. ഞാൻ വർക്ക് ചെയ്യുന്നത് തൊടുപുഴയിലാണ്. ഞാൻ ഗൂഗിൾ വഴിയാണ് ഞാൻ ഇവിടുത്തെ ഈ സലൂണിനെ കുറിച്ച് അറിഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹെയർ ബ്ലോഡറിങ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇനി ആര് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മാം, ഇതാണ് നമ്മളുടെ മാഡം. ഈ മാം ആയിരുന്നു എൻ്റെ ഹെയർ ഹെയർ ബ്ലോഡറിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ മാം, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.